ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടില്ല. അമ്മച്ചി ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള ഇതുകൊണ്ട് ഇടാതിരുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഫോണിലുണ്ടായിരുന്നൊരു വീഡിയോ ഇടുകയാണ്. അത് നമ്മൾ പെരുന്നാളിൻ്റെ ഒരു 2 ദിവസം ഒരാഴ്ച മുന്നേ കോഴിക്കോട് SM സ്ട്രീറ്റ് പോയിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് പാനമരിക്കല്ലേ, അവിടെ നിന്നാണ് നൈറ്റി എടുക്കൽ. ഉമ്മച്ചി ഓവൻ്റെ നൈറ്റി ഇടാറുള്ളൂ. അപ്പോൾ അതെടുക്കാൻ അങ്ങോട്ട് കൊല്ലത്തിൽ അങ്ങനെ പോകുമ്പം കുറച്ചങ്ങോട്ട് എടുക്കലാണ്. അപ്പോൾ അവിടെ പോയതാണ് അമ്മച്ചിക്ക്. ഇതാണ് പാനമേരിക്ക SM സ്ട്രീറ്റിനെ പറ്റിയൊക്കെ അറിയുന്നവർക്ക് അറിയാൻ മതിയാവും. അപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടോ, മക്കൾക്കും ഞങ്ങൾക്കൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. രാത്രി 8 മണിക്ക് ശേഷം കേട്ടോ, അത് നോമ്പിനാണ്. അത് കഴിഞ്ഞ് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് വെറുതെ ഒന്ന് ബീച്ചിൽ പോയി നോക്കി. ആ സാറ്റർഡേ ആയിരുന്നു കേട്ടോ. ബീച്ചിൽ പോയി നോക്കിയപ്പോൾ നല്ല തിരക്ക്. അവിടെ വണ്ടി പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങി കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അപ്പോൾ നല്ല രസമാണല്ലേ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യാനും ഇങ്ങനെ നടക്കാനൊക്കെ എനിക്കിഷ്ടം കേട്ടോ. രാത്രി ഇങ്ങനെ നടക്കാൻ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾ രാത്രി ഫ്രണ്ട്സ് ഒരു വൈകുന്നേരം വെയിലൊക്കെ പോയിട്ട് അങ്ങനെ നടക്കാൻ ഇറങ്ങലുണ്ടായിരുന്നു. കുറച്ച് നല്ല കാറ്റും ഉണ്ടാവും, വെയിലുണ്ടാവില്ല, നല്ല സുഖമാണ് രാത്രി നടക്കാനോട്ടോ. എനിക്കിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ കാണാനിങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ട് ഒരേ ലൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ബീച്ചിൽ നിർത്തിയിട്ടില്ല, നമ്മൾ തിരിച്ചു പോകുന്നപ്പം പോരില്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഉമ്മച്ചിക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു, ഇപ്പോൾ കുറവുണ്ട്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കാം പെട്ടെന്ന് ശരിയാവാൻ. പിന്നെ അപ്പോൾ വേറെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മിനിയാന്ന് ഫോൺ മെമ്മറി ഫുള്ളാവാനായപ്പോൾ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഡിലീറ്റായി പോയോന്നറിയില്ല, നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ ഇത് ഇടാമെന്ന് കരുതി ഇട്ടതാണ്. അപ്പോൾ നല്ല വൈബാട്ടോ രാത്രി യാത്ര ചെയ്യാൻ. പിന്നെ നമ്മൾ SM സ്ട്രീറ്റിൽ പിന്നെ കുറേ പിന്നെ ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചിട്ട് നൈറ്റ് വാങ്ങാൻ ഒരു അമ്മച്ചിയും അപ്പച്ചിയും നിച്ചും അവിടെ കയറി, ഞാനും ചിന്നും മക്കളും ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. അങ്ങനെയായിരുന്നു. അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ മക്കൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാവുന്നൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ സൗണ്ടൊന്നും ഇതിലിടണ്ടെന്ന് വിചാരിച്ച് വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ. പിന്നെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റിൽ പറയുക, ഞാൻ റിപ്ലൈ തരും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റൗണ്ട് അടിച്ചിട്ട് പോയിട്ട് റിട്ടേൺ വരുന്നതാണ് കേട്ടോ. ഇത് ബീച്ചിലറ്റം പോയിട്ട് അവിടെ ബീച്ചിൽ ഫുള്ളാണ്. വണ്ടി കണ്ടോ ആൾക്കാർ ബീച്ചിൻ്റെ അവിടെ എത്തി. വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് അടിച്ച് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൽ പോകാമെന്നുള്ളപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ്. പക്ഷേ വെറുതെ കുറേ നേരം ബ്ലോക്കിലും വണ്ടിയിലും ഇരുന്ന് കുറേ നേരം അങ്ങനെ പോയി. രാത്രി വീട്ടിലൊക്കെ എത്താൻ കുറേ നേരമായിട്ടോ, 11 മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ. കുറേ നേരം ഇവിടെ പോയി, കുറേ ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ നല്ല പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലേ, അപ്പോൾ പിന്നെ നല്ല തിരക്കും ഉണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ തലേന്നൊന്നും പിന്നെ നമുക്ക് അടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് സ്പീഡാക്കി തിരിച്ചു പോരുക കേട്ടോ. കുറച്ചൊന്ന് ബ്ലോക്ക് ഒഴിവായി കിട്ടിയപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. പിന്നെ നമ്മൾ പിന്നെ കൊടുവള്ളി അവിടെയൊക്കെ നമ്മൾ സർബത്തും ഇതൊക്കെ കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ നോമ്പിനൊക്കെ ഒരുപാട് പ്രാവശ്യം പിന്നെ ഈ ബൂസ്റ്റ് കുളിക്കുകയോ സർബത്തോ അങ്ങനെയൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ SM സ്ട്രീറ്റിൽ ഫാൻസിയിൽ കയറിയതാട്ടോ. ഫാൻസിയൊക്കെ എന്താ റേറ്റില്ലേ ഇപ്പോൾ ഫാൻസിയിൽ കയറിയാലും ടെക്സ്റ്റൈൽസ് കയറുന്ന പോലെ തന്നെ കാശ് ചിലവാകുന്നറിയില്ല. ഓരോന്നിങ്ങനെ കാണുമ്പോൾ എടുക്കുകയും ചെയ്യും. എടുത്തു കഴിഞ്ഞ് ബില്ല് നോക്കുമ്പോഴേക്കും ഒരുപാട്. പിന്നെ ഫാൻസിയിലൊക്കെ ഇങ്ങനെ പോയാലിങ്ങനെ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ മാലയും വളയും കമ്മലും ഓരോ സാധനങ്ങൾ കാണാൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇത് ഒരുവിധം എല്ലാ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ ഫാൻസിയിൽ പോയാൽ ഒന്നും വാങ്ങാനില്ലെങ്കിലും എന്തെങ്കിലും വാങ്ങിപ്പോവും. കാശ് ചിലവാകുമെന്ന് അറിയില്ല.
അല്ലെങ്കിൽ തന്നെ ഓട്ടക്കൈയാണ്. പിന്നെ ഫാൻസിയിലൊക്കെ പോയാൽ പിന്നെ അധികം ഞാൻ നിൽക്കില്ല, കാരണം എന്തായാലും അവിടെ നിന്ന് പോയതിൻ്റെ ചിലവാകുമെന്ന് അറിയാം, എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും. അപ്പോൾ ഒന്ന് ഫാൻസി ഒഴിവായിരുന്നു കേട്ടോ, അത്ര തിരക്കില്ലായിരുന്നു. കന്യക ഫാൻസി ആയിരുന്നു കേട്ടോ. നമ്മുടെ താമരശ്ശേരി ഉണ്ട് കന്യക, ഇതും കന്യക ഫാൻസിയാണ്, പക്ഷേ ചെറിയ ഫാൻസിയാണ്. താമരശ്ശേരിയിലുള്ള കന്യകൻ്റെ അത്ര വലുപ്പമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നല്ല സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മിയാത്തോനും ഐഷോനും. അതിൻ്റെ ഇടയ്ക്ക് ഓനും എന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞ് കച്ചറുണ്ടാക്കി. നമ്മൾ ഫാൻസിയിൽ നിന്ന് എടുത്തുകൊണ്ട് ഓർക്കൊന്നും എടുക്കുന്നില്ല, അപ്പോൾ ഓനെന്തെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞ് കച്ചറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ടൈം പീസ് വേണമെന്ന് പറഞ്ഞ് പിന്നെ ടൈം പീസ് വാങ്ങിക്കൊടുത്തിട്ടോ. അപ്പോൾ ഇവരിവിടെ പെട്ടിയൊക്കെ തുറന്ന് നോക്കി അടക്കി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഹെയർ ബാൻഡൊക്കെ ഓളെന്നെ സെലക്ട് ചെയ്ത് ഓളെന്നെ എടുത്ത് തലയിലൊക്കെ ഇട്ട് അതാനൊന്ന് പൂട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങി ബില്ലടക്കാൻ നിൽക്കുകയാണ്, അതിനിടക്കാണ് ഇതൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തുണ്ടെങ്കിലും കമൻറ്റിൽ പറയുക. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, ഉമ്മച്ചി പെട്ടെന്നൊന്നും കൂടി ശരിയാകാൻ വേണ്ടിയിട്ട്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും മുറിവൊക്കെ ഉണങ്ങാനിട്ട് ഇപ്പോൾ ടൈം എടുക്കും. പിന്നെ ഇൻഫെക്ഷൻ വരാണ്ട് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.